എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2025 ഫെബ്രുവരിയിലെ പ്രധാന കറണ്ട് അഫയേഴ്സാണ്. എന്തെല്ലാമാണ് പ്രധാന കറണ്ട് അഫയേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ICC അണ്ടർ-19 വനിതാ T20 ലോകകപ്പ് 2025 ചാമ്പ്യന്മാർ ആരാണ്? ഇന്ത്യയാണ് ICC അണ്ടർ-19 വനിതാ T20 ലോകകപ്പ് ചാമ്പ്യന്മാർ ആരാണ്? ഇന്ത്യയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഫെബ്രുവരിയിൽ ഇന്ത്യൻ സൈന്യവും ഇന്ത്യൻ വ്യോമസേനയും ചേർന്ന് നടത്തിയ സംയുക്ത വ്യോമാഭ്യാസമാണ് എക്സസൈസ് വിങ്ഡ് റൈഡേഴ്സ്. എക്സസൈസ് വിങ്ഡ് റൈഡേഴ്സ് എന്താണ്? 2025 ഫെബ്രുവരിയിൽ ഇന്ത്യൻ സൈന്യവും ഇന്ത്യൻ വ്യോമസേനയും ചേർന്ന് നടത്തിയ സംയുക്ത വ്യോമാഭ്യാസമാണ് എക്സസൈസ് വിങ്ഡ് റൈസ്. എക്സസൈസ് വിങ്ഡ് റൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ചെടുത്ത ആദ്യ ക്വാണ്ടം ചിപ്പ് ഏതാണ്? മൊജറോന. മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ചെടുത്ത ആദ്യ ക്വാണ്ടം ചിപ്പാണ് മൊജറോന 1. മൊജറോന 1 ആണ് മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ചെടുത്ത ആദ്യ ക്വാണ്ടം ചിപ്പ്. ബ്രഹ്മഗിരി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാടകയിലാണ്. ബ്രഹ്മഗിരി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. ലോക റേഡിയോ ദിനം. ലോക റേഡിയോ ദിനം നമ്മൾ എന്നാണ് ആചരിക്കുന്നത്? ഫെബ്രുവരി 13. ലോക റേഡിയോ ദിനം ഫെബ്രുവരി 13. ഈ അടുത്ത് വൺ മാൻ ഓഫീസ് എന്ന സേവനം ആരംഭിച്ച സ്ഥാപനം ഏതാണ്? LIC ആണ്. LIC ആണ് ഈ അടുത്ത് വൺ മാൻ ഓഫീസ് എന്ന സേവനം ആരംഭിച്ച സ്ഥാപനം. വനാതിർത്തികളിൽ നിന്നും ജനസേവന കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന ആനകളെ ഒഴിവാക്കാൻ IIT കോട്ടയം വികസിപ്പിച്ച ഡ്രോണാണ് ഏത്? അസ്ത്ര V1. അസ്ത്ര V1 എന്താണ്? വനാതിർത്തികളിൽ നിന്നും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന ആനകളെ ഒഴിവാക്കാൻ IIT കോട്ടയം വികസിപ്പിച്ച ഡ്രോണാണ് അസ്ത്ര V1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക ബാങ്ക് ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 38ാമത്തെ റാങ്കാണ് ഇന്ത്യക്ക്. ഇതിൽ ലോക ബാങ്ക് ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സിൽ LPI ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക്. ഓങ്കോസെർസിയാസിസ് ഇല്ലാതാക്കിയ ആദ്യ ആഫ്രിക്കൻ രാജ്യം ഏതാണ്? നൈജറാണ്. നൈജറാണ് ഓങ്കോസെർസിയാസിസ് ഇല്ലാതാക്കിയ ആദ്യ ആഫ്രിക്കൻ രാജ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായതാരാണ്? ശക്തികാന്ത് ദാസാണ്. മുൻ RBI ഗവർണറായ ശക്തികാന്ത് ദാസാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായത്. ഇപ്പോഴത്തെ RBI ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. അതിന് മുന്നേ ഉണ്ടായിരുന്ന ആളായിരുന്നു ശക്തികാന്ത് ദാസ്. 2024-25 വർഷത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഷീൽഡ് ജേതാക്കളാരാണ്? മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആണ്. മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആണ് 2024-25 വർഷത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഷീൽഡ് ജേതാക്കൾ. ഗ്ലോബൽ ഡിജിറ്റൽ വെൽബീയിങ് ഇൻഡെക്സിൽ 2025 ഒന്നാമതെത്തിയ രാജ്യം ആരാണ്? ഇന്ത്യ ഏതിലാണ് ഒന്നാമതെത്തിയത്? ഗ്ലോബൽ ഡിജിറ്റൽ വെൽബീയിങ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ രാജ്യമാണ് ഇന്ത്യ. R-37M മിസൈൽ വികസിപ്പിച്ചെടുത്തത് റഷ്യ. R-37M മിസൈൽ വികസിപ്പിച്ചെടുത്തത് റഷ്യ. 2025 ഫെബ്രുവരിയിൽ തിരുവള്ളുവരുടെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട രാജ്യം എവിടെയാണ്? ഫിലിപ്പീൻസ്. ഫിലിപ്പീൻസിലാണ് 2025 ഫെബ്രുവരിയിൽ തിരുവള്ളുവരുടെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട രാജ്യം. 100 മേഖലകളിലെ കർഷകരെ സഹായിക്കുന്നതിനായി കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയുടെ പേരെന്താണ്? പ്രധാനമന്ത്രി ധൻ ധ്യാന കൃഷി യോജന. പ്രധാനമന്ത്രി ധൻ ധ്യാന കൃഷി യോജന എന്താണ്? 100 മേഖലകളിലെ കർഷകരെ സഹായിക്കുന്നതിനായി കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയുടെ പേരാണ്. 2024-25 വർഷത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഷീൽഡ് ജേതാക്കളാരാണ്?
മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആണ്. 2024-25 വർഷത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഷീൽഡ് ജേതാക്കൾ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണിത്. ഈ അടുത്ത് അന്തരിച്ച മലയാളത്തിൻ്റെ പ്രശസ്ത ഗായകൻ പി ജയചന്ദ്രൻ്റെ ആത്മകഥ ഏതാണ്? ഏകാന്തപഥികൻ ഞാൻ. ഏകാന്തപഥികൻ ഞാൻ എന്താണ്? ഈ അടുത്ത് അന്തരിച്ച മലയാളത്തിൻ്റെ പ്രശസ്ത ഗായകൻ പി ജയചന്ദ്രൻ്റെ ആത്മകഥയാണ് ഏകാന്തപഥികൻ ഞാൻ. പി ഭാസ്കരൻ പുരസ്കാരം ആർക്കായിരുന്നു ലഭിച്ചത്? പി ജയചന്ദ്രനാണ്. പി ഭാസ്കരൻ പുരസ്കാരം പി ജയചന്ദ്രനാണ് ലഭിച്ചത്. ട്രൂ സ്റ്റോറി ഓഫ് എ റൈറ്റർ, എ ഫിലോസഫർ ആൻഡ് എ ഷേപ്പ് ഷിഫ്റ്റർ എന്ന നോവൽ എഴുതിയതാരാണ്? പോൾ സക്കറിയാണ്. പോൾ സക്കറിയാണ് ട്രൂ സ്റ്റോറി ഓഫ് എ റൈറ്റർ, എ ഫിലോസഫർ ആൻഡ് എ ഷേപ്പ് ഷിഫ്റ്റർ എന്ന നോവൽ എഴുതിയത് പോൾ സക്കറിയാണ്. 2025 ഫെബ്രുവരിയിൽ കുതിച്ചുയരുന്ന അരിവില നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷാ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമേതാണ്? ഫിലിപ്പീൻസ് ആണ്. 2025 ഫെബ്രുവരിയിൽ കുതിച്ചുയരുന്ന അരിവില നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷാ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഫിലിപ്പീൻസ് ആണ്. 9ാമത് ഏഷ്യൻ വിൻ്റർ ഗെയിംസിൻ്റെ ആതിഥേയർ ആരാണ്? ചൈനയാണ്. 9ാമത് ഏഷ്യൻ വിൻ്റർ ഗെയിംസിൻ്റെ ആതിഥേയർ ചൈനയാണ്. 2025 ഫെബ്രുവരിയിൽ ആരംഭിച്ച ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസമാണ് ധർമ്മ ഗാർഡിയൻ. ധർമ്മ ഗാർഡിയൻ എന്താണ്? 2025 ഫെബ്രുവരിയിൽ ആരംഭിച്ച ഇന്ത്യ ചൈന സംയുക്ത സൈനിക അഭ്യാസമാണ് ധർമ്മ ഗാർഡിയൻ. ടൈം മാഗസിൻ്റെ 2025 വനിതാ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ജീവശാസ്ത്രജ്ഞയും വന്യജീവി സംരക്ഷകയുമായ വ്യക്തിയാണ് പൂർണിമ ദേവി ബർമൻ. ടൈം മാഗസിൻ്റെ 2025 വനിതാ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ജീവശാസ്ത്രജ്ഞയും വന്യജീവി സംരക്ഷകയുമായ വ്യക്തിയാണ് പൂർണിമ ദേവി ബർമൻ. സാമ്പത്തിക സർവേ പുറത്തുവിടുന്നത് ആരാണ്? കേന്ദ്ര ധനമന്ത്രാലയത്തിലെ സാമ്പത്തികാര്യ വകുപ്പാണ് സാമ്പത്തിക സർവേ പുറത്തുവിടുന്നത്. സാമ്പത്തിക സർവേ പുറത്തുവിടുന്നത് കേന്ദ്ര ധനമന്ത്രാലയത്തിലെ സാമ്പത്തികകാര്യ വകുപ്പാണ്. ബാന്ധവ്ഗഡ് ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശത്താണ്. ബാന്ധവ്ഗഡ് ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. അടുത്തിടെ വാർത്തകളിൽ കണ്ട ഗുണേരിയിലെ ഉൾനാടൻ കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത്. ഗുജറാത്തിലാണ് വാർത്തകളിൽ നമ്മൾ കണ്ട ഗുണേരിയിലെ ഉൾനാടൻ കണ്ടൽക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത്. ഉൾനാടൻ കണ്ടൽക്കാടുകൾ, ഗുണേരിയിലെ ഉൾനാടൻ കണ്ടൽക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്താണ്. ഇന്ത്യയിൽ ആദ്യമായി കടൽ മണൽ ഖനനം ആരംഭിക്കുന്നത് എവിടെയാണ്? കൊല്ലത്താണ്. ഇന്ത്യയിൽ ആദ്യമായി കടൽ മണൽ ഖനനം ആരംഭിക്കുന്നത് കൊല്ലത്താണ്. ബ്രിക്സ് യൂത്ത് കൗൺസിൽ എൻ്റർപ്രണർഷിപ്പ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ആരുടെ അധ്യക്ഷതയിലാണ്? ഇന്ത്യയുടെയാണ്. ബ്രിക്സ് യൂത്ത് കൗൺസിൽ എൻ്റർപ്രണർഷിപ്പ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ത്യയുടെ അധ്യക്ഷതയിലാണ് നടത്തുന്നത്. 2025 ഫെബ്രുവരിയിൽ ചൈനയിൽ റിപ്പോർട്ട് ചെയ്ത പുതിയ കോവിഡ് വൈറസ് ഏതാണ്? HKU5 കോവിഡ്-2 ആണ്. 2025 ഫെബ്രുവരിയിൽ ചൈനയിൽ റിപ്പോർട്ട് ചെയ്ത പുതിയ കോവിഡ് വൈറസാണ് HKU5 കോവിഡ്-2. കുടിവെള്ളത്തിൽ അമോണിയയുടെ പരമാവധി പരിധി എത്രയാണ്? 0.5 ppm. നമ്മൾ കുടിക്കുന്ന കുടിവെള്ളത്തിൽ അമോണിയയുടെ പരമാവധി അളവാണ് 0.5 ppm. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ചത് നടൻ ജഗദീഷ് ശ്രീകുമാറിനാണ്. നടൻ ജഗദീഷ് ശ്രീകുമാറിനാണ് 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ചത്. 35ാമത് സൂരജ് ഗുഡ് അന്താരാഷ്ട്ര കരകൗശലമേള 2025 ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ്? ഫരീദാബാദ്. ഫരീദാബാദ് എന്താണ്? 38ാമത് സൂരജ് ഗുഡ് അന്താരാഷ്ട്ര കരകൗശലമേള ആതിഥേയം വഹിക്കുന്ന നഗരമാണ് ഫരീദാബാദ്. MSMEകൾക്ക് വായ്പാ ഗ്യാരണ്ടി നൽകുന്നതിനായി സർക്കാർ അടുത്തിടെ ആരംഭിച്ച പദ്ധതിയാണ് എന്ത്? MSMEകൾക്കുള്ള മ്യൂച്വൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം.
MSMEകൾക്കുള്ള വായ്പാ ഗ്യാരണ്ടി നൽകുന്നതിനായി സർക്കാർ അടുത്തിടെ ആരംഭിച്ച പദ്ധതിയാണ് മ്യൂച്വൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം. പ്രയാഗ്രാജിലെ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനായി ഉത്തർപ്രദേശ് സർക്കാർ നടപ്പിലാക്കിയ പരിപാടിയാണ് ഓപ്പറേഷൻ 11. പ്രയാഗ്രാജിലെ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനായി ഉത്തർപ്രദേശ് സർക്കാർ നടപ്പിലാക്കിയ പരിപാടിയാണ് ഓപ്പറേഷൻ 11. ആദ്യത്തെ റെയ്സിന മിഡിൽ ഈസ്റ്റ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം അബുദാബി. ആദ്യത്തെ റെയ്സിന മിഡിൽ ഈസ്റ്റ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം അബുദാബി. 2025 ദേശീയ പാരാലിമ്പിക് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ഹരിയാന. 2025 ദേശീയ പാരാലിമ്പിക് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ഹരിയാന. ചെങ്കോട്ടയിൽ ഭാരത് പർവ് 2025 പരിപാടി സംഘടിപ്പിച്ചത് ടൂറിസം മന്ത്രാലയം. ടൂറിസം മന്ത്രാലയമാണ് ചെങ്കോട്ടയിൽ ഭാരത് പർവ് 2025 പരിപാടി സംഘടിപ്പിച്ചത്. 2025 ഫെബ്രുവരിയിൽ സുഡാൻ എന്ന വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് ഉഗാണ്ട. ഉഗാണ്ടയിലാണ് സുഡാൻ എന്ന വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്ത രാജ്യം. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിലെ തിക്കും തിരക്കും കാരണമുണ്ടായ അപകടത്തിൻ്റെ അന്വേഷണം നടത്തുന്ന ജുഡീഷ്യൽ കമ്മീഷൻ്റെ തലവനാണ് ഹർഷ് കുമാർ. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിലെ തിക്കും തിരക്കും കാരണമുണ്ടായ അപകടത്തിൻ്റെ അന്വേഷണം നടത്തുന്ന ജുഡീഷ്യൽ കമ്മീഷൻ്റെ തലവനാണ് ഹർഷ് കുമാർ. 38ാമത് ദേശീയ ഗെയിംസിൽ പുരുഷന്മാരുടെ കബഡി ടൂർണമെൻറ്റിൻ്റെ സ്വർണം നേടിയ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് എന്താണ്? 38ാമത് ദേശീയ ഗെയിംസിൽ പുരുഷന്മാരുടെ കബഡി ടൂർണമെൻറ്റിൽ സ്വർണം നേടിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏത് സംസ്ഥാനത്തെ ഗോത്രവർഗ്ഗങ്ങളാണ് ദിംസ നൃത്തം അവതരിപ്പിക്കുന്നത്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ ഗോത്രവർഗ്ഗങ്ങളാണ് ദിംസ നൃത്തം അവതരിപ്പിക്കുന്നത്. എല്ലാ പൊതുസ്ഥലങ്ങളിലും ഭിക്ഷാടനം നിരോധിച്ചിരിക്കുന്ന മധ്യപ്രദേശിലെ നഗരങ്ങളാണ് ഭോപ്പാലും ഇൻഡോറും. മധ്യപ്രദേശിലെ നഗരങ്ങളായ ഭോപ്പാലിലും ഇൻഡോറിലാണ് എല്ലാ പൊതുസ്ഥലങ്ങളിലും ഭിക്ഷാടനം നിരോധിച്ചിരിക്കുന്ന മധ്യപ്രദേശിലെ നഗരങ്ങളാണ് ഭോപ്പാലും ഇൻഡോറും. ലിഥിയം പര്യവേഷണത്തിനും ഖനനത്തിനും സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള ധാരണാപത്രമാണ് ഒപ്പിട്ടിരിക്കുന്നത്? ഇന്ത്യയും അർജന്റീനയും തമ്മിലുള്ളതാണ്. ലിഥിയം പര്യവേഷണത്തിനും ഖനനത്തിനും സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യയും അർജന്റീനയുമാണ് 2025 ഫെബ്രുവരിയിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. സമീപകാല റിപ്പോർട്ട് അനുസരിച്ച് മൊബൈൽ നിർമ്മാണത്തിൽ ഇന്ത്യയുടെ ആഗോള റാങ്കിങ് 2. രണ്ടാമതാണ് ഏതിന്? മൊബൈൽ നിർമ്മാണത്തിൽ ഇന്ത്യയുടെ ആഗോള റാങ്കിങ്. 2025 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? സിൽവർ ജൂബിലി സെലിബ്രേഷൻ ഓഫ് ഇൻ്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ. പ്രമേയം എന്താണ്? സിൽവർ ജൂബിലി സെലിബ്രേഷൻ ഓഫ് ഇൻ്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ. മാതൃഭാഷാ ദിനം എന്നാണ്? ഫെബ്രുവരി 21. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൽ നിന്ന് പിന്മാറിയ ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഏതാണ്? പനാമയാണ്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൽ നിന്ന് പിന്മാറിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് പനാമ. ഇന്ത്യ ഈജിപ്ത് സംയുക്ത പ്രത്യേക സേനാഭ്യാസമായ സൈക്ലോൺ 3ക്ക് 2025 വേദിയാകുന്നത് രാജസ്ഥാനാണ്. ഇന്ത്യ ഈജിപ്ത് സംയുക്ത സേനാഭ്യാസമായ സൈക്ലോൺ 3ക്ക് വേദിയാകുന്നത് രാജസ്ഥാൻ. കേരള വിനോദസഞ്ചാര വകുപ്പിൻ്റെ ഈ വർഷത്തെ നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത് പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി. കേരള വിനോദസഞ്ചാര വകുപ്പിൻ്റെ ഈ വർഷത്തെ നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത് പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനിക്കാണ്. കഥക് കലാകാരനാണ്. ഡോഗ്രി ഭാഷാ വിഭാഗത്തിൽ മരണാനന്തര ബഹുമതിയായ സാഹിത്യ അക്കാദമി അവാർഡ് 2024 ലഭിച്ചത് ചമ്മൻ അറോറയ്ക്കാണ്.
ഡോഗി ഭാഷാ വിഭാഗത്തിൽ മരണാനന്തര ബഹുമതിയായ സാഹിത്യ അക്കാദമി അവാർഡ് 2024 ലഭിച്ചത് ചമ്മൻ അറോറയ്ക്കാണ്. 2025 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് ആരാണ്? KP ശങ്കരനാണ്. 2025 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് KP ശങ്കരനാണ്. വാർത്തകളിൽ കണ്ട ഡീപ്പോർ ബിൽ തടാകം സ്ഥിതി ചെയ്യുന്നത് ആസാം. ബാർട്ട് ഡി വേവർ ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ബെൽജിയം. ബാർട്ട് ഡി വേവർ ബെൽജിയത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ വരൾച്ചാബാധിത പ്രദേശങ്ങളുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കാസർഗോഡ്. കാസർഗോഡാണ് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ വരൾച്ചാബാധിത പ്രദേശങ്ങളുള്ള കേരളത്തിലെ ജില്ല. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റൽ ഓർഗനൈസേഷൻ വികസിപ്പിച്ച ഇന്ത്യയുടെ മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റമാണ് വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ച ഇന്ത്യയുടെ മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റമാണ് വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം. പുരുഷന്മാരുടെ ഹോക്കി ഇന്ത്യൻ ലീഗ് 2024-25 കിരീടം നേടിയ ടീമാണ് ബംഗാൾ ടൈഗേഴ്സ് ആണ് പുരുഷന്മാരുടെ ഹോക്കി ഇന്ത്യ ലീഗ് 2024-25 കിരീടം നേടിയ ടീം. 2025 ലോക ക്യാൻസർ ദിനത്തിൻ്റെ തീം യുണൈറ്റഡ് ബൈ യൂണിക്. 2025 ലോക ക്യാൻസർ ദിനത്തിൻ്റെ തീം യുണൈറ്റഡ് ബൈ യൂണിക്. കേരളത്തിൽ ഏത് ജില്ലയിലാണ് PSCയുടെ പൈതൃക മ്യൂസിയം നിലവിൽ വരുന്നത്? തിരുവനന്തപുരത്താണ് PSCയുടെ പൈതൃക മ്യൂസിയം നിലവിൽ വരുന്നത്. അടുത്തിടെ ബംഗ്ലാദേശ്, അൽബേനിയ, സാംബിയ എന്നിവിടങ്ങളിലെ വികസന പരിപാടികൾ നിർത്താൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? സ്വിറ്റ്സർലാൻഡാണ് ബംഗ്ലാദേശ്, അൽബേനിയ, സാംബിയ എന്നിവിടങ്ങളിലെ വികസന പരിപാടികൾ നിർത്താൻ തീരുമാനിച്ച രാജ്യം. സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള ആദ്യ സൗജന്യ ബസ് യാത്ര ആരംഭിച്ചത് തൃപ്പങ്ങോട്. മലപ്പുറത്തുള്ള തൃപ്പങ്ങോടാണ് സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള ആദ്യ സൗജന്യ ബസ് യാത്ര ആരംഭിച്ചത്. മിച്ചിബിക്കി 6 നാവിഗേഷൻ ഉപഗ്രഹം വിക്ഷേപിച്ചത് ജപ്പാൻ. മിച്ചിബിക്കി 6 നാവിഗേഷൻ ഉപഗ്രഹം വിക്ഷേപിച്ചത് ജപ്പാൻ. വാർത്തകളിൽ കണ്ട ശ്രീ ഗൗരീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളം. കേരളത്തിലാണ് ശ്രീ ഗൗരീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് മഹാരാഷ്ട്ര. 2025 നഗോബ ജദാര എന്ന ഫെസ്റ്റിവൽ ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ് നഗോബ ജദാര എന്ന ഫെസ്റ്റിവൽ ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചൈൽഡ് ദുരുപയോഗ ഉപകരണങ്ങൾ ക്രിമിനൽ കുറ്റമാക്കിയ ആദ്യ രാജ്യം ഏതാണ്? ബ്രിട്ടനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചൈൽഡ് ദുരുപയോഗ ഉപകരണങ്ങൾ ക്രിമിനൽ കുറ്റമാക്കിയ ആദ്യ രാജ്യം. സമുദ്രയാൻ പദ്ധതി ഏത് മന്ത്രാലയത്തിൻ്റെ കീഴിൽ വരുന്നതാണ്? ഭൗമശാസ്ത്ര മന്ത്രാലയം. സമുദ്രയാൻ പദ്ധതി ഭൗമശാസ്ത്ര മന്ത്രാലയത്തിൻ്റെ കീഴിൽ വരുന്നതാണ്. ഇന്ത്യയും ഏതു രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് എഗ്വറിൻ. മാലിദ്വീപും ഇന്ത്യയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് എഗ്വറിൻ. 2025 ഫെബ്രുവരിയിലെ നാഗാലാൻഡിൽ നിലവിൽ വന്ന പുതിയ ജില്ല ഏതാണ്? മെലൂരിയാണ് നാഗാലാൻഡിൽ നിലവിലെ പുതിയ ജില്ല. നാഗാലാൻഡിലെ 17ാമത്തെ ജില്ലയാണ് മെലൂരി. 2025 ലോക ഗവൺമെൻറ് ഉച്ചകോടിയുടെ ആതിഥേയർ ആരാണ്? ദുബായിയാണ്. 2025 ലോക ഗവൺമെൻറ് ഉച്ചകോടിയുടെ ആതിഥേയൻ ദുബായിയാണ്. പരിസ്ഥിതി, വനം, കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയം ലോക തണ്ണീർത്തട ദിനം 2025 പരിപാടി സംഘടിപ്പിച്ചത് പാർവതി അർഗ. ഉത്തർപ്രദേശിലെ പാർവതി അർഗയിലാണ് പരിസ്ഥിതി, വനം, കാലാവസ്ഥ വ്യതിയാനം
പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയം ലോക തണ്ണീർത്തട ദിന പരിപാടി സംഘടിപ്പിച്ചത്. അപ്പം ഇത്രയാണ് 2025 ഫെബ്രുവരിയിലെ പ്രധാനമായിട്ടുള്ള കറണ്ട് അഫേഴ്സ്. അപ്പോൾ ഈ ക്ലാസ് എല്ലാവരും ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് പുതിയ ക്ലാസ് ഇടാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടും.